ഇതൊരു വീക്ക്ലി വ്ളോഗായാലോ? എന്തൊരു ഡേ ഡ്യൂട്ടിയും അത് കഴിഞ്ഞൊരു ഡേ ഓഫും കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഞാൻ മമ ഇൻ സ്ക്രബ്സ്. അപ്പോൾ എൻ്റെ ഡേ ഓഫിന് നമ്മൾ വിചാരിച്ചൊന്ന് ബീച്ചിൽ പോകാമെന്ന്. ഇത് കൈറ്റ് ബീച്ചാണ് കേട്ടോ, ദുബായിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊക്കെ ഉള്ള ബീച്ചാണ്. എൻ്റെ വാവേനെ നമ്മൾ ബീച്ചിൽ കൊണ്ടുപോയിട്ട് കുറേ നാളായിരുന്നു. ഇപ്പം അടുത്ത് നടന്നൊരു ബീച്ച് ഫോട്ടോഷൂട്ടിലാണ് നമ്മൾ റിയലൈസ് ചെയ്തത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത ഡേ ഓഫിന് തന്നെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും വാവയും ചേച്ചിയും എല്ലാവരും കൂടെ ബീച്ചിലോട്ട് ഇറങ്ങി. എല്ലാം പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ ക്യൂട്ടായിട്ടുള്ളൊരു ബിക്കിനിയും പിന്നെ നമ്മളെല്ലാം സ്വിം സ്യൂട്ടും ഒക്കെ ഇട്ട് വെള്ളത്തിലോട്ട് കയറി. വെള്ളത്തിന് വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ നല്ലോണം വെള്ളത്തിലൊക്കെ കളിച്ച് നമ്മൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം നമ്മൾ പോയത് നല്ല നേരത്തെ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ പോയി ഒരു ജുമാൻ്റെ സമയമായപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലോട്ട്. അങ്ങനെ പള്ളിയിൽ പോയി തിരിച്ച് വന്ന് രാത്രിയായി. രാത്രി നമ്മൾ വിചാരിച്ചു പുറത്തു പോകാമെന്ന്, എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി. അങ്ങനെ ആദ്യമായിട്ട് രാമൻ ടേസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ പോയി. ഭയങ്കര ഹൈപ്പുള്ള ഷോപ്പാണ്. അങ്ങനെ അവിടെ ചെന്ന് വേറെ തന്നെ ഒരു ആംബിയൻസ് ആയിരുന്നു ആ ഷോപ്പിന്. നമ്മളോട് പറഞ്ഞു ഒരു 10 minutes എടുക്കും, അപ്പോൾ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വെറുതെ ഈ ഏരിയയിലൊക്കെ ഒന്ന് നടന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട്, ഇവിടെ നമ്മൾ യൂഷ്വലി വരാറുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വിളിച്ച് നമ്മളകത്ത് കയറി. ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, യുണീക്കായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. ഇവരൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഈ വീഡിയോയിലല്ല, എൻ്റെ ഷോർട്സ് കണ്ടാലറിയാം. ഇവരിങ്ങനെ നമ്മളെ ഗ്രീറ്റ് ചെയ്യും. ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അവരുടെ ഒരു സ്റ്റൈലാണത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടമായി. പക്ഷേ രാമൻ ഞാൻ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്തു. കാണാനൊക്കെ നല്ല ലുക്കാണ്, പക്ഷെ എനിക്ക് തോന്നി ഇതെനിക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് എനിക്ക് എൻ്റെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ കസിൻ അവൻ ബഹ്റിനിൽ പോയിക്കുന്നതുകൊണ്ട് അവൻ്റെ വണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കാരണം എനിക്കിപ്പോൾ ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവൻ്റെ വണ്ടിയിലാണിപ്പം ഡ്യൂട്ടീസിന് പോവാറ്. ഇതാണ് അവൻ്റെ വണ്ടി. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്ക്. ഞാൻ കുറേയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിച്ചതും ഇവൻ്റെ ഈ വണ്ടിയിലാണ്. അങ്ങനെ നമ്മൾ ബാഗൊക്കെ വെച്ച്, നമ്മളല്ല ഞാൻ ബാഗൊക്കെ വെച്ചിട്ട് നല്ല സൺറൈസൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു 6:45 ആയപ്പോഴേക്കും വണ്ടി കയറി. ഇന്നിനി ഒരു റോങ് ടേൺസും കറങ്ങിത്തിരിയാണ്ടൊക്കെ എത്തണേ എന്നുള്ള പ്രാർത്ഥനയിൽ വണ്ടി എടുത്തു. അങ്ങനെ നമ്മൾ ഒന്നും കുഴപ്പമില്ലാണ്ട് ഹോസ്പിറ്റലിൽ എത്തി, അകത്ത് കയറി പഞ്ചും ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ നേരെ ഡോക്ടേഴ്സ് റൂമിലോട്ട് പോവുക. അങ്ങനെ മെഡിസിൻ്റെ വാർഡെത്തി, ഡോക്ടേഴ്സിൻ്റെ റൂമിലെത്തി. അവിടെ നിന്ന് ഹാൻഡ് ഓവറെല്ലാം കെട്ടി റൗണ്ട്സിനൊക്കെ പോയി. റൗണ്ട്സ് നമുക്ക് ചില സമയത്ത് 2 ഫ്ലോർസിൽ പേഷ്യൻസ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ മെയിൻ വാർഡ് ഫുള്ളായ നെക്സ്റ്റ് ഫ്ലോറിലും പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോവുക. ഞാനിപ്പോൾ പിന്നെ ലിഫ്റ്റ് എടുക്കുന്നത് കുറച്ചുല്ലോ, എപ്പോഴും സ്റ്റെപ്സാണ് ചൂസ് ചെയ്യാറ്. കാരണം എനിക്ക് തിരിച്ച് വീടെത്തിയാൽ വർക്കൗട്ട് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെയെങ്കിലും സ്റ്റെപ്സ് കിട്ടുമല്ലോ, 10,000 സ്റ്റെപ്സ് കവർ ആവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ എപ്പോഴും സ്റ്റെപ്സ് എടുക്കാനാണ് പ്രിഫർ ചെയ്യാറ്. അങ്ങനെ ഞാൻ താഴെ പോയി പേഷ്യൻറ്റിനെയൊക്കെ കണ്ട് വീണ്ടും സ്റ്റെപ്പൊക്കെ കയറി മുകളിലോട്ട് വന്നു. അടുത്ത സ്റ്റെപ്പ് പിന്നെ ഇനി എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതല്ലേ. ഒരു ഡോക്ടർ എന്തായിരിക്കും ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോണത്? നമ്മൾ കണ്ട് പേഷ്യൻസിൻ്റെ നോട്ട്സ് എല്ലാം പോയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ കൺസൾട്ടൻസിൻ്റെ റൗണ്ട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ കൺസൾട്ടൻറ്റ് റൗണ്ട്സൊക്കെ കഴിഞ്ഞ് എനിക്ക് നിസ്കരിക്കാൻ സമയമായി. അങ്ങനെ പോയി നിസ്കരിച്ചു. എനിക്ക് പഠിച്ചവനോട് ഒരുപാട് നന്ദിയും കുറേ കഥകളും കാര്യങ്ങളും എല്ലാം പറയാനുണ്ടായിരുന്നു. കാരണം ഒരു ഡോക്ടറിൻ്റെ ലൈഫ് ഭയങ്കര അൺപ്രഡിക്റ്റബിളാണ്. ഞാനത് എപ്പോഴും പറയാറില്ലേ. ഇന്ന് തന്നെ ഞാൻ എൻ്റെ ഒരു കൺസൾട്ടൻറ്റിനെ അക്കമ്പനി ചെയ്തു. എന്തിന്? ഒരു പേഷ്യൻറ്റിന് ക്യാൻസർ ഉണ്ടെന്നുള്ള ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് കമൻസിൽ പറഞ്ഞാൽ മതി, ഓക്കെ?
അങ്ങനെ ഞാൻ ഇതെല്ലാം ആലോചിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് എൻ്റെ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അസസ് ചെയ്ത് എന്ത് ഗ്രേറ്റ്ഫുള്ളാണ് എനിക്ക് എൻ്റെ കണ്ണും മൂക്കും ചുണ്ടും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതും കാഴ്ചയും എല്ലാത്തിനെയും പറ്റിയിട്ട് ഓർത്ത് നന്ദി പറഞ്ഞു. അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയോണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലിറങ്ങി. അതെന്തൊരു ഡിഫറൻസാണ് ഉണ്ടാക്കാന്നറിയോ? ആ ഒരു ബിൽഡിങ്ങിൻ്റെ അറ്റ്മോസ്ഫിയറിന് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റൊക്കെ കണ്ട് മൂണിനെ കണ്ട് എന്നിട്ട് ഞാൻ തിരിച്ച് കയറി. എന്നിട്ട് പിന്നെ നൈറ്റ് ഷിഫ്റ്റിന് ഡോക്ടേഴ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് ഹാൻഡ് ഓവറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അവർക്ക് ഹാൻഡ് ഓവറൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിൽ പോകാൻ സമയമായി. അങ്ങനെ ഞാൻ തിരിച്ച് നടന്ന് ഇപ്പോൾ പിന്നെ കാറുണ്ടല്ലോ, കാറ് പാർക്ക് ചെയ്തെടുത്തോട്ടൊക്കെ പോയി. എനിക്കാണെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ചില ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഇന്നെങ്കിലും ഇൻ്റർനെറ്റ് ഇഷ്യൂ ഇല്ലാണ്ട് എനിക്ക് മാപ്സൊക്കെ കിട്ടണേ, കാരണം മാപ്പ് ഇല്ലെങ്കിൽ പിന്നെ കാര്യം തീരുമാനമാകും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് മാപ്പൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി എവിടെ പാർക്ക് ചെയ്തതെന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ നടക്കാം. എൻ്റെ ബ്യൂട്ടിഫുൾ മൂൺ, ഐ എം ഒബ്സെസ്ഡ്. അങ്ങനെ എൻ്റെ ബാഗൊക്കെ വെച്ച് നമുക്ക് നേരെ വീട്ടിൽ പോവാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒട്ടും റോഡ് തെറ്റിക്കാണ്ട് വീടെത്താറുണ്ടായിരുന്നേ. ഇന്നെന്താണെന്നറിയില്ല, കറക്റ്റായിട്ടൊരു എക്സിറ്റ് മിസ്സായി. ഞാൻ ലോകം മൊത്തം ചുറ്റിക്കറങ്ങി കണ്ടിട്ടാണ് വീടെത്തിയത്. നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിനാകെ ഒരു പാർക്കിങ്ങേ ഉള്ളൂ, 2 പാർക്കിംഗ് ഇല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയാണ് നമ്മുടെ കാർ പാർക്കിങ്ങിലിട്ടേക്കുന്നത്. ഇവൻ എനിക്ക് തന്ന അവൻ്റെ വണ്ടി ഞാനിവിടെ പുറത്ത് പാർക്കിംഗ് പേ ചെയ്തിട്ടാണ് ഇടാറ്. അല്ല, പിന്നൊരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി ആ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും നോക്കിക്കോ. അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ കയറി. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ യൂണിഫോമാണ് കേട്ടോ, സ്ക്രബ്സ്. എൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ അത്. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ.